ഹലോ, അപ്പോൾ നമ്മുടെ 2025 ഓണം എങ്ങനെയുണ്ടായിരുന്നു എന്ന് നോക്കിയാലോ. ഇപ്രാവശ്യം കോളേജിലെ ഓണമായിരുന്നു കേട്ടോ ആദ്യം. അത് സാധാരണ എപ്പോഴും അങ്ങനെ തന്നെയാണ്. സോ ഞാൻ ഇപ്രാവശ്യം കോളേജിലെ ഓണത്തിന് സെറ്റ് സാരിയാണ് ഉടുത്തത്. ബ്ലൗസും ഗോൾഡൻ കളറ് അങ്ങനെ ഒരു രീതിയിലാണ് ഉടുത്തത്. എനിക്ക് അങ്ങനെ ഒരു രീതിയിലൊന്ന് ഉടുത്ത് നോക്കണമെന്ന് ഭയങ്കര ഇഷ്ടമായിരുന്നു. സോ നമ്മുടെ ശരിക്കുമുള്ള മുല്ലപ്പൂ കിട്ടിയില്ല. ഇത് ഒറിജിനൽ തന്നെയാണ്, പക്ഷെ അല്ലാത്ത മുല്ലപ്പൂവാണ് കിട്ടിയത്. സോ അങ്ങനെ അതൊക്കെ വെച്ചിട്ട് റെഡിയായി. ഇത് ഒരു തലേന്നത്തെ ഒരു വീഡിയോ ആണ് കേട്ടോ. കാരണം ഞങ്ങളൊരു ഒരു ട്രാൻസിഷൻ വ്ലോഗ് എടുക്കാൻ വേണ്ടിയിട്ട് നോക്കിയതാണ്. പിന്നെ അത് കംപ്ലീറ്റ് ചെയ്തായിരുന്നു. എൻ്റെ വീഡിയോ ഞാൻ ആഡ് ചെയ്തേക്കാം. സോ ഇത് ഞാനും അഞ്ചുമാണ്. പിന്നെ രാത്രി സദ്യയൊക്കെ കഴിച്ചിട്ട് DJ ഉണ്ടായിരുന്നു കേട്ടോ. അടിപൊളി DJ ആയിരുന്നു. ശരിക്കും പറഞ്ഞാൽ ഞാനങ്ങനെ DJ ഒന്നും സത്യം പറഞ്ഞാൽ DJ എനിക്ക് വലിയ ഇഷ്ടമില്ലാത്തതാണ്. പക്ഷേ ഈ DJ അത്യാവശ്യം നല്ലതായിരുന്നു. എല്ലാവരും ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തു കേട്ടോ. കാരണം നമുക്ക് പിറ്റേ ദിവസം വീട്ടിലേക്ക് പോകണമായിരുന്നു. എങ്കിലും നമ്മൾ അതൊന്നും മൈൻഡ് ചെയ്തില്ല. മാക്സിമം എൻജോയ് ചെയ്യാണ്. പിറ്റേന്ന് രാവിലെയുള്ള ട്രെയിനിലാട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോയത്. അങ്ങനെ കുറേ വീഡിയോസും വ്ളോഗ്സും റീൽസൊക്കെ എടുത്തു. പിന്നെ അന്ന് ഫുള്ള് ഞാൻ റീൽസൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ നോക്കുമായിരുന്നു. ഇതാണ് നമ്മുടെ ഏത് മൂഡ് വീഡിയോ ഞങ്ങൾ എടുത്തത് കേട്ടോ. അത് കുറേ പേർക്കൊക്കെ ഇഷ്ടമായിട്ടുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസും ഡാൻസും ഒക്കെ നമ്മൾ ചെയ്തായിരുന്നു. പിന്നെ കോളേജിൽ ഇപ്രാവശ്യം ഞാൻ ഡാൻസ് കളിച്ചായിരുന്നു, നമ്മുടെ ക്ലാസ്സിൻ്റെ വകയായിട്ടുള്ള ഡാൻസിൽ. സോ ഇതിപ്പോൾ ഞാൻ എൻ്റെ മാത്രം വീഡിയോ ഉണ്ടോ എടുത്തേക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ മാത്രം ഫോക്കസ് ആയിട്ടിരിക്കുന്നത്. അടിപൊളി ഡാൻസായിരുന്നു. കുറേ ഡാൻസൊക്കെ കളിച്ചായിരുന്നു. അങ്ങനെ ഡാൻസൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഇത് വീട്ടിലെ തിരുവോണത്തിൻ്റെ പിക്സൊന്നും ഞാൻ എടുത്തിട്ടില്ലായിരുന്നു. ഇത് 4ാം ഓണത്തിന് എടുത്തതാണ് കേട്ടോ. 4ാം ഓണത്തിന് നമ്മൾ ചേച്ചിയുടെ വീട്ടിലായിരുന്നു. അപ്പോൾ എടുത്തതാണ്. പിന്നെ ഞങ്ങൾ തിരുവനന്തപുരത്ത് ഓണാഘോഷം കാണാൻ പോയി. അന്ന് വൈകുന്നേരം തന്നെ കേട്ടോ പോയത്. അടിപൊളി ഓണാഘോഷമായിരുന്നു. അന്ന് വൈകുന്നേരം അല്ല, പിറ്റേ ദിവസമാണ് തോന്നുന്നു പോയത്. അടിപൊളിയായിരുന്നു, നല്ല രസമായിരുന്നു. കുറേ ലൈറ്റും ചെരുപ്പുകളും അങ്ങനെ വിൽക്കാനൊക്കെ സാധനങ്ങളൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു കേട്ടോ. ഈ മാലകളൊക്കെ ഒരു 50 രൂപയേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ നമ്മൾ അതൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം എനിക്ക് കുറേയൊക്കെ സാധനങ്ങൾ ഇഷ്ടമായി. പിന്നെ എൻ്റെ അമ്മയുടെയും എൻ്റെയും ഫേവറേറ്റുള്ള കപ്പലണ്ടി. സോ നമ്മൾ കപ്പലണ്ടിയൊക്കെ വാങ്ങിയിട്ട് കുറേ കഴിക്കാനുള്ള സാധനങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ നമ്മളതെല്ലാം കഴിക്കാനുള്ളതെല്ലാം വാങ്ങിക്കൊണ്ട് നടന്ന് ഓരോ കാഴ്ചകളായിട്ട് കണ്ടുകൊണ്ടിരുന്നപ്പോഴാണ് ഈ അച്ച് കണ്ടത്. അങ്ങനെ ഈ അച്ചെടുത്ത് നമ്മൾ കയ്യിലൊക്കെ ഒന്ന് ഇട്ടു. കാരണം ഇതെനിക്കൊരു ഭയങ്കര നൊസ്റ്റാൾജിയാണ്, നല്ല മണമാണ് കേട്ടോ ഇതിന്. അങ്ങനെ ഈ ഒരു റൈഡൊക്കെ കണ്ടപ്പോൾ എനിക്ക് കുറച്ച് നൊസ്റ്റാൾജിക്കായി. പക്ഷെ ഞങ്ങൾക്കൊന്നും ഇതിൽ കയറാൻ പറ്റിയിട്ടില്ല ഇതുവരെ. കാരണം നമ്മൾ ചെറുതിരുന്ന സമയത്തും ഒന്നും ഇങ്ങനത്തെ റൈഡ്സ് ഒന്നും ഇല്ലായിരുന്നു. പിന്നെ കുറേ കളക്ഷൻസും കുറേ സ്റ്റോളുകളൊക്കെ ഉണ്ടായിരുന്നു. അത് കണ്ടിട്ട് ലാസ്റ്റ് ഒരു ഡ്രോൺ ഷോ ആയിരുന്നു കേട്ടോ ഇത്. അത്യാവശ്യം നല്ലൊരു ഡ്രോൺ ഷോ ആയിരുന്നു. കുറേ ആളുകൾ കാണാനൊക്കെ ഉണ്ടായിരുന്നു. എല്ലാവരും ആകാശത്തോട് നോക്കി തന്നെ ഇരിക്കുകയായിരുന്നു. അത്യാവശ്യം അടിപൊളി ഡ്രോൺ ഷോ ആയിരുന്നു. അങ്ങനെ ഡ്രോൺ ഷോയൊക്കെ കണ്ടതിന് ശേഷം നമ്മളിങ്ങനെ ഓരോന്നൊക്കെ ആകാശത്തോട് നോക്കിക്കൊണ്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇത്രയേ ഉള്ളൂ.